പാചകവാതക വില വർദ്ധിപ്പിച്ചതും സിലിണ്ടർ വിതരണത്തിൽ നിയന്ത്രണം വരുത്തിയതും ഹോട്ടലുകളെ പ്രതിസന്ധിയിലാക്കി. ചെറിയ ഹോട്ടലുകൾക്ക് പോലും ഒരു ദിവസം 3 സിലിണ്ടറുകൾ വരെയാണ് ആവശ്യമായി വരുന്നത്. വില വർദ്ധിച്ചതോടെ ഒരു മാസം 10,000 രൂപയിലധികം അധിക ചെലവ് വരുമെന്ന് ഹോട്ടൽ ഉടമകൾ പറയും. പാചകവാതക വില വർദ്ധിപ്പിച്ചതും സിലിണ്ടർ ലഭ്യതയിൽ കുറവ് വന്നതും ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ളവയെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ചെറിയ ഹോട്ടലുകൾക്ക് പോലും ഒരു ദിവസം 3 സിലിണ്ടറുകൾ വരെയാണ് ആവശ്യമായി വരുന്നത്. വില വർദ്ധിച്ചതോടെ ഒരു മാസം 10,000 രൂപയിലധികം അധിക ചെലവ് വരും. ഇതിനൊപ്പം സ്വകാര്യ ഗ്യാസ് കമ്പനികൾ പലരും നൽകിയിരിക്കുന്ന സബ്സിഡിയും നിർത്തിയിട്ടുണ്ട്. 140 രൂപയോളം സബ്സിഡി ലഭിച്ചിരുന്നതും നിലയ്ക്കുന്നത് കൂടുതൽ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഇടയാക്കുന്നുവെന്ന് ഓൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് മാണിക്യം കോന്നി പറഞ്ഞു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഹോട്ടൽ അസോസിയേഷനിൽ ഉള്ള അംഗങ്ങൾക്ക് 1,00,000-ൽ പരം ഹോട്ടലുകൾ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ ഉണ്ട്. ജില്ലയിലാണ്, പത്തനംതിട്ട ജില്ലയിൽ ആണെങ്കിൽ തന്നെ 1000-ൽ പരം മെമ്പർഷിപ്പുള്ള ഹോട്ടലുകളുമുണ്ട്. ആ ഹോട്ടലുകൾക്ക് ഉപരി ഒരു സ്ഥാപനങ്ങളിലും ആവശ്യമായ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സിലിണ്ടറുകൾ ലഭ്യതയല്ല. നിത്യാവസാധനങ്ങളുടെ വില വർധനവ് മൂലവും ഗ്യാസിൻ്റെ ലഭ്യത കുറവും തൊഴിലാളി ക്ഷാമം മൂലം ഹോട്ടൽ വ്യവസായം വളരെയധികം പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഈ സമയത്ത് ഹോട്ടൽ മേഖല പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഈ സാഹചര്യം മുതലെടുത്ത് ഇതിൻ്റെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് കുടുംബങ്ങൾ ഇത് കണ്ട് കഴിയുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് താങ്ങും തങ്ങനുമായി പോകുന്ന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉടമകളും തൊഴിലാളികളും അവരുടെ കുടുംബങ്ങൾക്കും വളരെ വിഷമകരമായ രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഗ്യാസിൻ്റെ ലഭ്യത കുറവും വില വർധനവും ഉള്ള പ്രൈവറ്റ് ഗ്യാസിനാണെങ്കിൽ വളരെയധികം വില കൂട്ടിയാണ് ഇപ്പോൾ സ്ഥാപനങ്ങളിൽ കൊടുക്കുന്നത്. ഇപ്പോൾ നിത്യോപസാധനം ഡെയിലി വീട് വിട്ടാൽ കഴിയാൻ കാണുന്ന ഒരു ഹോട്ടലിൽ നിന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ തേടുന്ന നിരവധി ജനങ്ങൾ നമ്മളെ ആശ്രയിച്ച് വരുമ്പോൾ നമുക്ക് വില കൂട്ടി ഭക്ഷണം വിൽക്കുവാനോ അതിന് നിത്യോപസാധനങ്ങളോ ഗ്യാസോ മറ്റു ഉപരി ഏത് സാധനങ്ങൾ ചിക്കൻ ഉൾപ്പെടെയുള്ള മീറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വില കൂട്ടുമ്പോൾ അത് നമുക്ക് വില വർധനയിലോട്ട് ഏർപ്പെടുത്തി ഈ വരുന്ന ജനങ്ങളിൽ നിന്നും നമുക്ക് ഭക്ഷണത്തെ വില കൂട്ടുവാൻ സാധിക്കുകയില്ല. ആ ഭക്ഷണത്തെ വില കൂട്ടാതിരിക്കാനും നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് അനുസരിച്ച് വിൽക്കണമെങ്കിൽ നമുക്ക് ഗ്യാസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വില കുറച്ച് കിട്ടുവാനും നമുക്ക് ആവശ്യമായ സിലിണ്ടറുകൾ ലഭ്യമായുള്ള ഈ ഹോട്ടൽ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം അടിയന്തരമായി 1-2 ദിവസത്തിനുള്ളിൽ ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് ആകെ ഹോട്ടലുകൾ അടച്ചിടുന്ന ഒരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.